അപ്പോൾ നമ്മൾ പാലക്കാടാണ് ഉള്ളത്. നമ്മൾ പാലക്കാട് ഒരു കല്യാണത്തിന് വേണ്ടി വന്നായിരുന്നു. ഞാൻ, മുസജിദ്, റഫി, മൻസൂർ, അർഷു എല്ലാവരും ഉണ്ട്. ഞങ്ങൾ നാട്ടിലുള്ള നമ്മുടെ സുഹൃത്തിന്റെ കല്യാണമായിരുന്നു പാലക്കാട്. അപ്പോൾ പാലക്കാട് വന്ന് ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് മടങ്ങാൻ കുറേ സമയം ഉണ്ടേനു. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി നോക്കില്ലെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മലമ്പുഴ വരെ പോയി നോക്കാന്നുള്ളതായിരുന്നു. അപ്പോൾ എന്തായാലും മലമ്പുഴ ഡാമിനോട് ചേർന്ന് തന്നെയാണ് കവയുള്ളത്. കവ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ ഹിറ്റായ സ്ഥലമാണ്. അപ്പോൾ ഞാനും ഇതുവരെ പോയി നോക്കിയിട്ടില്ല. അപ്പോൾ കവ വരെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ദിസ് ഈസ് അജ്മൽ അലി പാലേരി. വെൽക്കം ബാക്ക് ടു വാക്ക് വിത്ത് അജ്മൽ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും കവയിലെ കാഴ്ചകൾ കാണാം. കവയിലോട്ട് പോയി നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ മലമ്പുഴ ഡാമിന്റെ ഇതിലോട്ട് പോകുന്ന ഗേറ്റ് ആട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് എടുത്തിട്ടാണ് നമുക്ക് പോകാനുള്ളത്. നമുക്ക് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ മലമ്പുഴ നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ കവയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും കവ പോയി നോക്കാം. അപ്പോൾ ഈ കാണുന്ന കേട്ടോ ദൂരെ നമുക്ക് ഡാം കാണാം. നമുക്ക് എന്തായാലും ഇതിൽ പോയി നോക്കാം. ഈ റൈറ്റ് എടുത്തു നമ്മൾ. അപ്പോൾ ഈ റോഡ് വഴിയാണ് പോകുന്നത്. അപ്പൊ ഇത് കണ്ടില്ലേ, നമ്മൾ അതിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ മലമ്പുഴ ഡാം കാണാം, അതേപോലെ തൂക്കുപാലം കാണാം, പിന്നെ വെള്ളം ഒഴുക്കി വിടുന്ന കനാല് കാണാം കേട്ടോ. നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മളെന്തായാലും പിന്നെ ഇവിടെ വിസിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും കവയിലോട്ട് പോയി നോക്കാം. അപ്പൊ ഞാൻ ഈ മലമ്പുഴ ഡാമിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത് 4ാം ക്ലാസ്സിൽ സ്കൂൾ പഠിക്കുന്ന സമയത്താണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മ വെച്ച സമയത്ത് ആദ്യമായിട്ട് ഞാൻ ട്രിപ്പ് പോയത് സ്കൂളിൽ നിന്നായിട്ടും എല്ലായിട്ടും മലമ്പുഴയാണ്. അപ്പോൾ എന്തായാലും മലമ്പുഴ എനിക്കൊരു പഴയ നൊസ്റ്റാൾജിയ കൂടി ഉണ്ട് അതിൻ്റെ പിന്നിൽ. എന്തായാലും നമ്മളിപ്പോൾ മലമ്പുഴ വിസിറ്റ് ചെയ്യാതെ നമ്മൾ കവയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ കവയിലോട്ടുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലൈം സോഡ കുടിക്കാൻ ഇറങ്ങിയത്. പാലക്കാട് ഇത് ചൂട് തുടങ്ങിയിട്ടുണ്ട്. ജനുവരി ആണെങ്കിൽ പോലും ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് സമയം ഇപ്പോൾ 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു ലൈം സോഡ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ലൈം സോഡ കുടിച്ചിട്ട് വേണം ഇനിയിപ്പോൾ നമുക്ക് അവിടേക്ക് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഈ ഷോപ്പിൽ കണ്ടതെന്ന് വെച്ചാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, ബാക്കി എല്ലായിടത്തും ഉപ്പിലിട്ട മാങ്ങ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് കണ്ടില്ലേ കവറിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. നമുക്ക് പാഴ്സൽ വാങ്ങി കൊണ്ടുപോകാനുള്ള സൗകര്യത്തിനാണ് തോന്നുന്നു ഇവിടെ എല്ലാം കവറിലാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന കുപ്പിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ കവറിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വാഹനങ്ങളിലൊക്കെ വന്ന് നിർത്തിയിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ്. എന്തായാലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കവയിലോട്ട് പോയി നോക്കാം. നമ്മൾ നേരത്തെ ആ റോഡ് സ്ട്രെയിറ്റ് വന്നു കഴിഞ്ഞാൽ 2 വഴിയാണുള്ളത്. അപ്പോൾ ലെഫ്റ്റോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ആനക്കൽ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം നിങ്ങൾക്ക്. ആ വഴി മുകളിലോട്ടാണ് ഇപ്പോൾ പോരേണ്ടത്. നമുക്ക് കവയിലോട്ട് വരുമ്പോൾ നേരെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കത് ഹൈവേയിലെത്താം. കഞ്ചിക്കോട് വഴി നമുക്ക് കോയമ്പത്തൂർ പോകുന്ന റൂട്ടാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ആനക്കൽ എന്ന് പറഞ്ഞ ഒരു ബോർഡ് കണ്ടിട്ട് അതിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നൊരു ഫോറസ്റ്റ് ഏരിയ പോലെ ഉണ്ട്. അധികം ആളുകളൊന്നും റോഡിൽ അതേപോലെ വാഹനങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ കവയിലോട്ടുള്ള വഴിയിലാണ്. കണ്ടില്ലേ എൻ്റെ ബാക്കിൽ നിറയെ മരങ്ങളും ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ബാക്കിലൊക്കെ കണ്ടില്ലേ വള്ളികളാണ്. ഇത് ശരിക്ക് മരത്തിൻ്റെ തടിയൊന്നുമല്ല,
വള്ളികളൊക്കെ ഡിഫറെൻറ്റ് ഷേപ്പിലൊക്കെ നിന്നിട്ടുള്ള ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനും വേണ്ടി അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. കവയിലോട്ടുള്ള റോഡാട്ടോ സംഭവം. നല്ല അടിപൊളി സ്ഥലത്തൂടെയാണ് ഈ റോഡ് പോകുന്നത്. ഒരുപാട് മരങ്ങളും പിന്നെ ഒരുപാട് തോട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് വണ്ടിയിൽ പോകുന്ന ഈ റോഡ് കാണാൻ. തീർത്തും വിജനമായിട്ടുള്ളൊരു പ്രദേശം തന്നെ. ആളുകളൊക്കെ വളരെ കുറവ്, വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്. ഫൈനലി നമ്മൾ കവയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കവ നമ്മൾ മലമ്പുഴ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ ഡാമിൻ്റെ ഇതിൽ വെള്ളം കണ്ടില്ലേ. ഇവിടേക്ക് ഇപ്പോൾ വെള്ളം കുറവാണ്. ഇപ്പോൾ ജനുവരി ആയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ്. പിന്നെ നല്ല വെയിലാണ്. ഞങ്ങൾ വന്ന സമയം കുറച്ച് തെറ്റിപ്പോയി. ഏകദേശം ഇപ്പോൾ 2:30-3 മണിയായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്. പാലക്കാടത്തെ വെയിൽ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. വെയിലിന് കുറച്ച് ചൂട് കൂടുതലാണ്. എല്ലാവരും ഉണ്ട്. ഇപ്പോൾ എൻ്റെ ബാക്കിൽ ഇതാ ഹർഷു, റഫി എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ കണ്ട് പോവാന്നുള്ള ഇതിൽ വന്നതായിരുന്നു. എന്തായാലും കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് പോകാൻ. ഹർഷു എങ്ങനെ ഉണ്ടടാ? അടിപൊളി സ്ഥലമല്ലേ? പക്ഷെ നമ്മൾ വന്ന സമയം എന്തായാലും മലമ്പുഴയൊക്കെ വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കവയൊക്കെ വന്ന് കണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഡിഫറെൻ്റ്. ഈ സംഭവം അധികം ആളുകൾക്ക് അറിയില്ലല്ലേ. നമ്മൾ തന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ അതാണ് ഈ കവ കാരണം ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായ സ്ഥലമാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത്. മലമ്പുഴ വന്ന് തിരിച്ചു പോവാണ്. റഫി അങ്ങനെ അടിപൊളിയല്ലടാ? അതെ, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഇതാണ്, ഏരിയയാണ്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ വന്ന സമയം നല്ല വെയിലുള്ള സമയം. പാലക്കാടത്തെ വെയിലിന് ചൂട് നല്ല ചൂടാണ് കേട്ടോ സംഭവം. അപ്പം എൻ്റെ ബാക്കിൽ കാണാം, നിങ്ങൾക്ക് കണ്ടില്ലേ. പിന്നെ ഇവിടെ കണ്ടില്ലേ എൻ്റെ ഈ സൈഡിൽ കാണട്ടോ ഒരു വലിയൊരു മല കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കിടിലം വ്യൂ ആണ്. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നല്ല കോടയൊക്കെ ഉണ്ടാവും ഇവിടെ. കവയിലെ കാഴ്ചകളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നല്ല വെയിലുണ്ട്, വെള്ളമൊക്കെ തിളങ്ങുന്നുണ്ട് കേട്ടോ. സെൻട്രൽ കണ്ടില്ലേ, എനിക്ക് തോന്നുന്നത് പനയാണ് പാലക്കാടല്ലേ. കരിമ്പനയൊക്കെ കൂടുതലായിട്ടുള്ള കരിമ്പനകളുടെ നാടാണല്ലോ പാലക്കാട്. എനിക്ക് തോന്നുന്നു കരിമ്പനയാണ് നേരെ കാണുന്നത്. റഫി മുന്നിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇതിലൊക്കെ ഇല്ലാത്ത വഴികളിലൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ ഞാൻ പറഞ്ഞില്ലേ വളരെ കുറവാണ്. അപ്പോൾ അവിടെ ഒരു ഫാമിലിയൊക്കെ ഉണ്ട്. റഫി എങ്ങനെ ഉണ്ടടാ സ്ഥലം? ഞങ്ങൾ വന്ന സമയം മോശമായിപ്പോയി, വെയിൽ. അപ്പോൾ ഞാൻ നേരത്തെ ഫോട്ടോ എടുത്ത സ്ഥലം, വീഡിയോ എടുത്ത സ്ഥലം അവിടെയാട്ടോ. നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഒരു മരത്തിൻ്റെ ചോട് ഇങ്ങനെ കിട്ടിയപ്പോൾ കുറച്ച് വിശ്രമിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ ഇങ്ങനെ മുന്നിൽ നിറയെ വെള്ളം കേട്ടോ. നിറയെന്ന് പറഞ്ഞാൽ നിറയെ വെള്ളമുണ്ട്. നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ അതും കണ്ടുകൊണ്ട് ഇങ്ങനെ ഈ മരത്തിൻ്റെ ചോട്ടിലിരിക്കുക. അപ്പോൾ എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട്. നല്ല ചൂടിന് തന്നെ നമ്മുടെ നാട്ടിലെ ചൂടിനേക്കാളും ഉണ്ട് തോന്നുന്നു. നല്ല ചൂടാണ്. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റൂല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സംഭവം രസമുള്ള സ്ഥലമാണ്, വന്ന് കാണാനൊക്കെ പറ്റും. കാരണം നമ്മൾ മലമ്പുഴയൊക്കെ പോകുന്ന സമയത്ത് നമ്മളിങ്ങോട്ട് വരാറില്ല. ഇതൊക്കെ ഒന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുള്ള സ്ഥലമാണ്. പക്ഷേ ഇത് രാവിലെ ആണോ അല്ലെങ്കിൽ വൈകുന്നേരം ആണെങ്കിലൊക്കെ
കുറച്ചുകൂടെ നന്നായേനെ. വൈകുന്നേരം ആവുമ്പോൾ കുറച്ചുകൂടെ. അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു സൺസെറ്റും ഇവിടെ നിന്ന് കാണാനുള്ള പറ്റും തോന്നുന്നു. ഈ സ്ഥലത്തിനെ കുറിച്ചേ ആർക്കും വലിയ ധാരണ ഇല്ല. ഇപ്പം ഇന്നിപ്പോൾ ഞങ്ങളെ കൂടെ ഒരുപാട് പേര് കല്യാണത്തിന്, ഞാൻ പറയില്ല, ഞങ്ങൾ നാട്ടിൽ നിന്നൊരു കല്യാണത്തിന് വേണ്ടി ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ പല ആളുകളും മലമ്പുഴ ഡാം കണ്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ ഈ സ്ഥലം ഇവിടെ വന്നിട്ട് വ്ളോഗ് ചെയ്യാം, നമുക്ക് ഇവിടെ വന്ന് നോക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഇവിടെ വന്നതല്ല. എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അറിയൂല. കാരണം ഇതങ്ങനെ അറിയാത്തൊരു സ്ഥലമാണ്. കവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി ഹിറ്റായ ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം, വ്ളോഗ് ചെയ്യാന്നുള്ള രീതിയിലാണ് വന്നത്. എന്തായാലും എന്തായാലും സമയം മോശമാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ട്. കാരണം ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും നല്ല ഒരു കാഴ്ച തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്, കാണാൻ പറ്റിയത്. കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ നമ്മളിവിടെ വരുന്ന സമയത്ത് ഈ സൈഡിലൊക്കെ നമുക്ക് കുറേ കിളികൾ, അതേപോലെ കൊക്കിൻ്റെയൊക്കെ കാലിൻ്റെ അടയാളം കാണാം. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ വൈകുന്നേരം അതേപോലെ രാവിലെയൊക്കെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പക്ഷികളെ കാണാം. അതൊക്കെ മീൻ പിടിക്കുന്നത് കാണാം നമുക്ക്. ഇപ്പോൾ ഉച്ച ആയതോടെ ഒന്നും ഇവിടെ കാണാനില്ല. ഇടയ്ക്കൊക്കെ വല്ല കിളികളൊക്കെ ഇതിൽ പാറി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വരാൻ പ്ലാനുള്ളവർ രാവിലെ വരിക അല്ലെങ്കിൽ വൈകുന്നേരം വരിക. കവൈ ഒരു രക്ഷയില്ല കേട്ടോ, കിടിലനാണ്. എന്തായാലും വന്നത് നമുക്ക് നഷ്ടമായിട്ടില്ല. സംഭവം കിടില സ്ഥലം. പാലക്കാടിൻ്റെ ഗ്രാമീണ സൗന്ദര്യം എന്താണെന്നുള്ളത് നമുക്ക് ശരിക്ക് കവയിലൂടെ തന്നെ നമുക്ക് കാണാം. ആ കരിമ്പന എല്ലാം ഇത് കണ്ടില്ലേ, അടിപൊളി സ്ഥലം. കവയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡാമിൻ്റെ സൈഡിലൂടെയാണ് ഇപ്പോൾ കേട്ടോ ഈ റോഡുകളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ്. എങ്ങനെ റഫിയ സംഭവം? നമ്മൾ ഇത്ര കാലമായിട്ട് ഇവിടെ വന്നിട്ടില്ല അല്ലേ? അത് സത്യമാണ്. കാരണം നമ്മൾ അറിയൂല ഇങ്ങനെ സ്ഥലം ഉള്ളത് തന്നെ. കാരണം നമ്മൾ സ്കൂൾ പഠിക്കുന്ന അന്ന് മുതലേ മലമ്പുഴ ഡാം, സ്നേക്ക് പാർക്ക്, അതേപോലെ മറ്റേ കേബിൾ കാർ, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഫാൻറ്റസി പാർക്ക് ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ ഈ കവ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ഈ അടുത്താണ് കേൾക്കുന്നത്, ഫസ്റ്റ് ടൈമാണ് വരുന്നത്. കണ്ടില്ലേ, അടിപൊളി ഇതാണ്. ഇപ്പം തന്നെ ഞാൻ 3:30 ആയിട്ടുണ്ട്. അതെ, സംഭവം എനിക്ക് തോന്നുന്നു അവിടെ കുറച്ച് ദ്വീപ് പോലത്തെ സ്ഥലങ്ങൾ, തുരുത്ത് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കിടിലനായിരുന്നു. ഇവിടെ കവയില് വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് ഈ റോഡ് തന്നെ കേട്ടോ. അടിപൊളി റോഡാണ്. 2 സൈഡിലും നല്ല കിടിലം വ്യൂസ്. നമുക്ക് മലകളുണ്ട് ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മളെ എന്താ പറയാ മലമ്പുഴ ഡാമും ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെ. നല്ല കിടില റോഡാണ് ഈ വഴിയിലുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വണ്ടി എടുത്തിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോ വേറൊരു സ്ഥലത്തെത്തി. നമ്മൾ ഈ മലമ്പുഴ ഡാമിൻ്റെ തന്നെ വേറെ സ്ഥലം, കവയുടെ തന്നെ വേറെ ബാക്ക് സൈഡായിട്ട് വരും കേട്ടോ. നടന്നോ സംഭവേ
കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ കവ നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ, ഇതുവരെ ഇവിടെ വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്യണം. കാരണം അത്ര അടിപൊളി സ്ഥലമാണ് ഇവിടെ. സംഭവം ഇപ്പോൾ ഞാൻ പറയില്ല, കുറച്ചുകൂടെ ഞങ്ങൾ മുന്നോട്ട് വന്നു വേറെ സ്ഥലത്ത്, ഈ ഡാമിൻ്റെ വേറെ ഭാഗത്തെത്തി. കിടിലൻ സ്ഥലം എന്നാണ്. ഇവിടെ അധികം ആളുകളില്ല, ബഹളങ്ങളില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ. കിടിലൻ സ്ഥലം, സൂപ്പർ. ഹർഷോ എങ്ങനെയുള്ളടാ? മുസ്ലിം എങ്ങനെയുണ്ട്? പൊളി സ്ഥലല്ലേ? ഈ പറഞ്ഞ പോലെ ശരിക്കും ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ദ്വീപിലെത്തിയ അവസ്ഥ കേട്ടോ. നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ, വേറെ ആരുമില്ല, ചുറ്റും വെള്ളമാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ ഏരിയ തങ്ങണു, ഇവിടെ മാത്രമേ ഉള്ളൂ കുറച്ച് കരയുള്ളത്, ബാക്കി എല്ലാ ഭാഗത്തും വെള്ളമാണ്. കിടിലൻ സ്ഥലമാണ്. സംഭവം ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ശല്യങ്ങളുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കിളികളും ഞങ്ങളും മാത്രം ഉണ്ടെന്ന് പറയാം, വേറെ ആരും തന്നെ ഇല്ല. കാരണം അത്രയും സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ, പിന്നെ നിറയെ വെള്ളം, ഒരുപാട് കിളികൾ. ഈ കിളികളെ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങളിവിടെ സംസാരിക്കുന്നത് മാത്രം. സംഭവം ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. എൻ്റെ ബാക്കിലൂടെ കിളികളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നത് കാണാം. ശരിക്കും പറഞ്ഞാൽ ഒരു ദ്വീപ് പോലെ തന്നെയാണ് നമ്മൾ ഈ ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ കണ്ടില്ലേ, നമുക്ക് ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടാനുള്ള അവസ്ഥ, അതുപോലത്തെ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പഴം കണ്ടു, നമ്മൾ ഓറഞ്ച് പോലെ തോന്നിപ്പിക്കുന്നത്. പക്ഷെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റില്ല, നമുക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ടേ. കാരണം ഇവിടെയൊക്കെ താഴേക്ക് ഇങ്ങനെ ഇത് പൊളിഞ്ഞ്, കാരണം ഓറഞ്ച് കളർ തന്നെ, ശരിക്കും പറഞ്ഞാൽ ഓറഞ്ച് പോലത്തെ ഒരു തോന്നിക്കുന്നൊരു പഴം. സംഭവം ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കിളികളൊക്കെ വന്ന്, ഒരുപാട് കിളികളൊക്കെ ഈ ചുറ്റുപാടിലുണ്ട്. അപ്പോൾ ഈ കിളികളൊക്കെ വന്ന് കഴിച്ച് പോകുന്നതാണ്. ഇവിടെ താഴേക്ക് നിറയെ തോടുകൾ കാണാം നിങ്ങൾക്ക്. സംഭവം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ കവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ ഫൈനലി കവയിൽ നിന്ന് മടങ്ങുകയാണ്. അപ്പോൾ കവയിലെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഈ വീഡിയോയിലൂടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അടുത്തൊരു നല്ലൊരു ഫുഡ് വീഡിയോ അല്ലെങ്കിൽ ട്രാവൽ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.